കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ പ്രശ്നങ്ങളിൽ ഒന്നാണ് തെരുവ് നായ ശല്യം. മുമ്പ് ചില സ്ഥലങ്ങളിൽ മാത്രമായിരുന്നു ഈ പ്രശ്നമെങ്കിലും ഇന്ന് മിക്ക പഞ്ചായത്തുകളിലും നഗരങ്ങളിലും ആളുകൾ ഇതേ പരാതിയാണ് പറയുന്നത്. രാവിലെ നടക്കാൻ പോകുന്നവർക്കും സ്കൂളിലേക്ക് പോകുന്ന കുട്ടികൾക്കും ജോലിക്ക് പോകുന്ന ആളുകൾക്കും വരെ തെരുവ് നായകളെ പേടിച്ചാണ് പുറത്തിറങ്ങേണ്ടി വരുന്നത്. പല സ്ഥലങ്ങളിലും കൂട്ടമായി നടക്കുന്ന നായകൾ ആളുകളെ ഓടിക്കുകയും ചിലപ്പോൾ കടിക്കുകയും ചെയ്യുന്നു. കടിയേറ്റയാൾ ദിവസങ്ങളോളം ആശുപത്രികളിൽ പോയി ചികിത്സ എടുക്കേണ്ടി വരും. ചെറിയ കുട്ടികളും വയോധികരും ആണ് ഇതിൽ കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്നത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾ ഇന്ന് സുരക്ഷിതരായി റോഡിലൂടെ നടക്കാൻ പോലും ഭയമുള്ള അവസ്ഥയാണ് കേരളത്തിലുള്ളത്. ഈ പ്രശ്നത്തിന് നായകളെ മാത്രം കുറ്റം പറഞ്ഞാൽ പോരാ, നമ്മളും ചില കാര്യങ്ങളിൽ ശ്രദ്ധിക്കണം. വീടുകളിലെയും ഹോട്ടലുകളിലെയും മാലിന്യങ്ങൾ റോഡിനരികിൽ വലിച്ചെറിയുന്നത് കൊണ്ടാണ് നായകൾ അവിടേക്ക് എത്തുന്നത്. ചില വളർത്തിയ നായകളെ പിന്നീട് ഉപേക്ഷിക്കപ്പെടുന്നതും തെരുവ് നായകളുടെ എണ്ണം കൂടാൻ കാരണമാകുന്നു. അതുകൊണ്ട് മാലിന്യങ്ങൾ ശരിയായ രീതിയിൽ സംസ്കരിക്കുകയും വളർത്തുമൃഗങ്ങളെ ഉത്തരവാദിത്തത്തോടെ നോക്കുകയും ചെയ്യേണ്ടത്. അതുപോലെ തന്നെ സർക്കാർ ഉദ്യോഗസ്ഥരും തദ്ദേശ സ്ഥാപനങ്ങളും ഈ വിഷയങ്ങളിൽ കൂടുതൽ കാര്യക്ഷമമായി ഇടപെടണം. തെരുവ് നായകൾ വാക്സിനേഷൻ നൽകുകയും വന്ധീകരണം പദ്ധതികൾ വേഗത്തിൽ പൂർത്തിയാക്കുകയും വേണം. ആളുകളെ ആക്രമിക്കുന്ന നായകളെ സുരക്ഷിതമായി പിടികൂടി ആവശ്യമായ നടപടികൾ സ്വീകരിക്കണം. ആശുപത്രികളിൽ റബീസ് പ്രതിരോധ വാക്സിൻ എല്ലായ്പ്പോഴും ലഭ്യമാണെന്ന് ഉറപ്പുവരുത്തുകയും ജനങ്ങൾക്ക് ശരിയായ ബോധവൽക്കരണം നൽകുകയും വേണം. ഈ പ്രശ്നം മനുഷ്യരും മൃഗങ്ങളും തമ്മിലുള്ള ഒരു പോരാട്ടമായി കാണേണ്ട കാര്യമില്ല. മനുഷ്യരുടെ ജീവനും സുരക്ഷയും വളരെ പ്രധാനമാണ്. അതുപോലെ തന്നെ മൃഗങ്ങളോട് ക്രൂരത കാണിക്കുന്നതും ശരിയല്ല. രണ്ടിനും ഒരുപോലെ പ്രാധാന്യം നൽകി ശാസ്ത്രീയമായി പ്രായോഗികമായ പരിഹാരമാണ് കാണേണ്ടത്. സർക്കാർ, തദ്ദേശ സ്ഥാപനങ്ങൾ, ആരോഗ്യവകുപ്പ്, മൃഗസംരക്ഷണ വകുപ്പ്, പൊതുജനങ്ങൾ എന്നിവയൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചാൽ മാത്രമേ കേരളത്തിലെ തെരുവ് നായ പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരമുണ്ടാകൂ. അതുവരെ പൊതുജനങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കാൻ അടിയന്തര നടപടികൾ സ്വീകരിക്കേണ്ടത് അത്യാവശ്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.